There's no crime. Let's take both of our souls and intertwine. When it comes to you, don't be blind. Watch me speak from my heart. When it comes to you, comes to you. കണ്ടറിയാം ഈ നന്ദനയ്ക്ക് എന്നെ ഇഷ്ടമായില്ലാന്ന്. അധികം സ്ട്രിക്റ്റ് ആവണ്ടേ, അല്ലെങ്കിൽ ഒരു ശരിയാവില്ല. രോഹിത്, can you please call Nandana? It's urgent. Okay sir, I will call Nandana. Nandana, Sanju sir is calling. Please go, it's urgent. Okay Rohit, I will go. ഇയാളെന്നെ എന്നെ വിളിച്ചത് ഈശ്വര? എന്താണ് ആവോ? ഇനി ഞാൻ നേരമായി ഇങ്ങോട്ട് വന്നതിനാണോ ആവോ? ആദ്യത്തെ ദിവസമല്ലേ, എന്താവോ ആവോ. സാർ മൈ കമ്മിൻ? യെസ് കമ്മിൻ. താൻ എന്തിട്ട് ഈ ഫയലിൽ ചെയ്ത് വെച്ചിങ്ങനെ തന്നോടൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ കമ്പനിക്ക്. പിന്നെ താൻ കുറച്ച് ജാട ചെയ്യണമെന്ന് എനിക്കറിയാം. തനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഞാൻ ആദ്യമൊക്കെ സ്ട്രിക്റ്റ് ആവും, പിന്നെ പുറത്തുള്ളവരോട് ചോദിച്ചു നോക്കി ഞാൻ എങ്ങനെയാന്ന്. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഈ നന്ദനോട് കളിക്കാൻ വന്ന നന്ദനന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ കാണും, കേട്ടോ? എന്നാ കാണിക്കടി നിന്റെ ശരിക്കുള്ള സ്വഭാവം. എവിടെ? നിനക്ക് ശരിക്കുള്ള സ്വഭാവം തന്നെയില്ല. ജാട ചെയ്യാൻ വന്നല്ലേ എൻ്റെ അടുത്തല്ല കാണിക്കുന്നത്, നിന്റെ വീട്ടിൽ പോയി കാണിക്ക്. നിന്റെ മാരത്തെ കുറേ പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു നീ നല്ലൊരു പെൺകുട്ടിയാണ്, നന്നായി ഫൈൽസൊക്കെ ചെയ്ത് നന്നായി പഠിച്ചു വന്ന കുട്ടിയാൻ വിചാരിച്ചു. എവിടെ? എന്തൊരു ഫയലിൽ ചെയ്ത് വെച്ചെങ്കിൽ അത് പറ. നിനക്കിത് വായിക്കാൻ കഴിയുമോ? എവിടെ? എനിക്ക് പോലും ഇത് വായിക്കാൻ കഴിയില്ല. എല്ലാം തെറ്റാ. പോ ഇങ്ങോട്ട്. ഗെറ്റ് ഔട്ട് ഫ്രം മൈ വേ. അത് പറയും നിങ്ങളാര്? നിങ്ങൾ എൻ്റെ കെട്ടിയനൊന്നുമല്ലല്ലോ, മിണ്ടാണ്ടിരുന്നോ? ഞാൻ പറയണ ആദ്യം കേക്ക്. ഞാൻ ഇവിടുത്തെ ന്യൂ സ്റ്റാഫാണ്. താനല്ല പറഞ്ഞ അധികം ഫയൽസ് തരില്ലാന്ന്. ഇതെന്തോരം ഫയൽസ് ആടോ? ഒരു ഫയൽ തന്നിട്ട് കുറേ ചെയ്യാണ്ടായിരുന്നല്ലോ. ഞാൻ 5 മണിക്കൂറായി ചെയ്യുന്നത്, കേൾക്കുന്നുണ്ട? രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യേണ്ടതായി പണി. തൻ്റെ മാറ്റത്തൊരു CEO ആണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ചിന്തിക്കുമ്പോഴാ. ചിലപ്പോൾ നിങ്ങൾക്കൊന്നും എന്നെ ഇഷ്ടപ്പെടില്ല. കാരണങ്ങൾ കുറേ ഉണ്ട്. എൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ അതൊരു പാസ്റ്റ് കാരണം മാത്രമാണ്. തന്നോട് ഞാൻ ഇവിടുന്ന് പോകാൻ പറഞ്ഞില്ലേ? ജസ്റ്റ് ഗോ അവേ ഫ്രം മീ. ഫൈൻ, ഐ വിൽ ഗോ. സാറ് നിന്നെ കരഞ്ഞത് സാറിനൊരു പാസ്റ്റ് ഉണ്ടെന്നാ? സാറിൻ്റെ സ്വഭാവം മാറ്റിയത് ആരായിരിക്കും? എന്ത് കാരണമായിരിക്കും അതൊക്കെ? ഇത് കണ്ടുപിടിക്കണ്ടേ? ഇത് സാറിൻ്റെ ലൈഫല്ലേ, ഇത് എൻ്റെ ലൈഫല്ലല്ലോ. എന്നാലും എന്തിനാ ഞാൻ വേദനിപ്പിക്കാൻ പോയത്? വെറുതെ ചീത്ത പറയാൻ പോയി. എന്നാലും അത് കുറച്ച് റൂഡായിട്ടില്ലേ എന്നോട് സംസാരിച്ച്? അത് കാരണമല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത് അല്ലേ? ആവോ, അറിയില്ല. എനിക്ക് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് വിഷമായി. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണേ ആവോ? എന്നാലും അയാൾ റൂഡായിട്ടല്ല എന്നോട് ദേഷ്യപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ തിരിച്ചങ്ങനെ കാട്ടി. കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്താലോചിക്ക് വട്ടായ ഇതിപ്പോ വർക്ക് ചെയ്ത ടൈം ആ നേരത്തെ വിളിക്കുന്ന ആലോചിക്കണേ. എടി നന്ദന ഇവിടെ ദേഷ്യമാണ്. എന്തിട്ടേ കുറെ നേരം ഇവിടെ എന്താ വല്ല ബോംബ് പൊട്ടിയ? നന്ദന വിളിക്കാൻ വേണ്ടി ഞാൻ സ്വസ്ഥായിട്ടൊന്നും ഇരിക്കട്ടെ. എന്നാലും സഞ്ജു സാർ എന്തിനിങ്ങനെ കറങ്ങിയത്? ഞാനിതിനത് കളിക്കണേ. എന്നോടെന്നെ പറയണം. അല്ല, എന്തായി മറ്റേ സാറിൻ്റെ അടുത്ത് പോയിട്ട് വല്ലതും കിട്ടിയെന്ന് എനിക്ക്? നീ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ കുറെ നേരം ചോദിച്ചത്.
സാറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ തിരിച്ചെന്നാടെ നിന്റെ ബോധം പോയി എനിക്ക് തോന്നുന്നു. എന്തുണ്ട് ഈ വല്ല സ്പാർക്ക് അടിച്ചാ? എനിക്ക് സ്പാർക്ക് അയാളുടെ അടുത്ത് ഞാൻ മിണ്ടാണ്ടെന്നേ. അയാളെന്തൊരു സാധനടി. ഒരു ഫയല് തെറ്റിപ്പോയിനി. ഒച്ചയും ബഹളായിരുന്നു. അയാളെ കൊണ്ട് ഞാൻ തോറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സാറായി പോയില്ലേ. എനിക്ക് ദേഷ്യം വരുന്നു അയാൾ കാണുമ്പോൾ തന്നെ. ഇങ്ങനെ മോച്ചെടുക്കണേ കുറേ നേരമായിട്ട്. ഞാൻ എന്താ പറയണ്ടേ, നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു വിധി കിട്ടിയെന്ന് ആലോചിക്കുമ്പോളാ. നീ എന്തടി ഇപ്പൊ പറഞ്ഞത്? സാർ ചീത്ത പറയേ? എനിക്ക് വിശ്വസിക്കാനേ കഴിയില്ല. നിനക്കറിയോ, ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന് പറയുന്നത് എനിക്ക് അയാളായിട്ടാണ് തോന്നിക്കണേ. നിന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ നീ വലിയ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. നീ ആ ഫയലൊന്നും തന്നെ ഞാൻ കാണട്ടെ എന്തൊക്കെ എഴുതിയേക്കണേന്ന്. അല്ലാണ്ട് സാർ അങ്ങനെ ചീത്ത പറയില്ല, എനിക്ക് ഉറപ്പാ. സാറ് പാവാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പൊ നീ എന്തൊരു പറഞ്ഞു തരണേ? എനിക്ക് പ്രാന്താന്നാ? എൻ്റെ മുമ്പിൽ നടന്ന കാര്യം എനിക്കറിയണ്ടല്ലേ? നീ ഒന്നും കണ്ടിച്ചില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കണേ. അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ ഫയൽ കൊടുക്കുമ്പോൾ നീ ഒന്ന് വായ, അപ്പൊ കാണാം അയാളുടെ മുഖം. ഓല്ലേ പിന്നെ കുറെ നേരം ഇന്ന ഫയൽ നീ നോക്ക്, വല്ല തെറ്റുണ്ടെങ്കിലേന്ന്. ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഞാൻ ഫയൽ നോക്കാം. ഒരു മിനിറ്റടി. സാറ് ഈശ്വര, നീ ചീത്ത പറഞ്ഞല്ലേ പറഞ്ഞേ? അപ്പോ ഈശ്വര സാറിന് നീ പറ്റുണ്ടോ ഈശ്വര? നീ എന്തൊക്കെ ചെയ്യണേ? ചീത്ത പറയാൻ പോയിട്ട് സാറിനോട് ചീത്ത പറഞ്ഞ നീ മിണ്ടാണ്ടിരിക്കണം. കഷ്ടാണെന്നേ. ഇവളെന്തിനിങ്ങനെ ഓടണ സാറിൻ്റെ ഓഫീസിലേക്ക്? ഇവൾക്കിത് വട്ടായ? ഞാൻ സാറിനെ ചീത്ത പറഞ്ഞിന്, ഇവളെന്തിനിങ്ങനെ എന്നെ ചീത്ത പറഞ്ഞ ഈശ്വര? ഇവിടെ എന്താ വില ചീത്ത പറയണ വില ഓഫീസാണ് ഈശ്വരത്. ഷോ കുന്ത്രാണ്ടം. ഇവളെന്തിനു പേടിച്ചു ഓടണത്? ഇറക്കണ മാതിരി എന്നെ ഭയങ്കര ചീത്ത പറഞ്ഞിട്ട്. ഇനി ഞാൻ വറക്കേട്ട, അല്ലെങ്കിൽ അടുത്ത ബഹളം. ഇയാളെന്തിനാ ഫോൺ കുത്തിരിക്കണേ? ഇയാൾക്കൊന്നും പറ്റില്ലേ? എത്ര ടെൻഷൻ അടിച്ചിട്ട് ഇതിനോട്ട് വന്നത്. ഒന്നാമത്തെ ഞാൻ എന്തിനാ ഇയാളെ സാറിന് വിളിക്കണേ? എടാ സഞ്ജു നീ നന്ദനെ ചീത്ത പറഞ്ഞിട്ട് വർക്കില്ലെന്ന് പറഞ്ഞിട്ട് നീ തന്നെ ഫോൺ കുത്തിരിക്കണല്ലേ? വർക്കേടാ, നിനക്കില്ലേടാ വർക്ക്? ബോസ് എന്ന് പറഞ്ഞിട്ട് ഇനി കുത്തിരുന്നിട്ട് പോരാ. പിന്നെ നന്ദനൻ നിന്നെ ചീത്ത പറഞ്ഞിട്ട് നിനക്കൊന്നും പറ്റില്ലല്ല. എന്തൊരു അത്ഭുതടാ, നിനക്ക് കുറെ മാറ്റമൊന്നുമില്ല. എടി, നിന്റെ ആഗ്രഹം എനിക്ക് നീ പറ്റണം എന്നാണ്. ഒന്ന് ജീവിച്ച് പോട്ടടി. നീ എൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ലേ? ബഹുമാനം വേണേ. നിന്റെ ഒരു സാറല്ലടി. പിന്നെ ഞാൻ കുറച്ചു നേരം ഫ്രീ ആയിപ്പോൾ ഫോൺ എടുത്തതാ. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് അറിഞ്ഞില്ല. പിന്നെ നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ച് വയർത്ത് കുളിച്ചിങ്ങോട്ട് വരണേ? നന്ദനെ ചീത്ത പറഞ്ഞു, നന്ദന എന്നെ ചീത്ത പറഞ്ഞു. അതിന് എനിക്കെന്ത് പറ്റാണ്? നീ പറഞ്ഞത് മറ്റേ കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് അവയാണ്ടൊക്കെ കുറഞ്ഞൊന്നും അറിയില്ല. നന്ദനെ ഇങ്ങോട്ട് തിരിച്ച് ചീത്ത പറഞ്ഞപ്പോൾ അറിയില്ല, ഉള്ളിൽ വേറെ എന്തോ ഒരു ഭാരം വീണമായി തോന്നിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് രാവിലെ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ ചീത്ത പറഞ്ഞപ്പോൾ. പക്ഷേ കുഴപ്പമില്ല. അവളെന്നെ ചീത്ത ഇറങ്ങിയപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. അറിയില്ല അത് അവൾ കാര്യം കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ. അപ്പൊ നീ പറഞ്ഞു വന്നത് മനസ്സിലായി. നന്ദനോട്ട് വന്നിട്ട് നിന്നെ നല്ല ചീത്ത പറഞ്ഞു. ആ ചീത്ത ഇട്ടിട്ട് നീ തല കറങ്ങി വീഴോ, അല്ലാണ്ട് മറ്റേ വയ്യാണ്ട് വരും ഒന്നും ഉണ്ടായില്ല. ശരി. പിന്നെ നീ പറഞ്ഞ ഈ ബഹുമാനില്ലേ, അത് ഞാൻ ഒരിക്കലും ചെയ്യില്ലേ. കാരണം ഞാൻ നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അത് നീ മറക്കണ്ട. LKG തൊട്ട് കോളേജ് വരെ നിന്റെ കൂടെ നടന്നത് എൻ്റെ പാരൻസിനോട് പറഞ്ഞു തരണ്ട. എൻ്റെ പാരൻസ് അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത കാരണം ഭാഗ്യം. പിന്നെ നിന്റെ പാരൻസ് അന്നൊന്നും സ്ട്രിക്റ്റ് ആയിരുന്നില്ല എനിക്കറിയാം. ഇപ്പോഴാണ് നിന്റെ അമ്മ മാത്രം ഇങ്ങനെയായത്. അച്ഛൻ പാവ അല്ലേ?
അത് നീ പണ്ടത്തെ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. കോളേജ് ടൈം, ഇറ്റ്സ് ജസ്റ്റ് എ കോളേജ് ടൈം, ഓക്കെ? അത് നീ ഒന്ന് ആലോചിച്ച് ഇനി പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർക്കണ്ട. നീ സ്വസ്ഥായിരിക്കും. ഞാൻ പോട്ടെ. ആഹാ, അടിപൊളി, കെടുക്കണം നോക്ക്. അബി അബി എനിക്കടാ, അബി അബി എനിക്ക് സമയം എത്രയെന്ന വിചാരണം. അബി എനിക്ക്, അബി എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അബി എന്തണ്ടി ഇന്ന് സൺഡേ ലേഡി, സൺഡേ എന്നെ ഏൽപ്പിക്കലേടി. ഒരു ദിവസമാണ് മനുഷ്യന്മാർക്ക് നേരെ ചോദിന്ന് ഉറങ്ങാൻ കഴിയണേ. നീ ഒന്ന് പോടി പ്ലീസ്. കീർത്തന പ്ലീസ് പോ പ്ലീസ്. സൺഡേ എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ തന്നെ ഇരുന്നോ? നമ്മ രണ്ടാളല്ലേ ഈ വീട്ടിൽ താമസിക്കുന്നത്, വേറെ ആരും താമസിക്കുന്നില്ല. അപ്പം നമ്മ രണ്ടാൾ തന്നെ ജോലി എടുക്കണം. ഇവിടെ തുണി കഴുകിയിടണം, ഫുഡ് ഉണ്ടാക്കണം, ഒക്കെ ചെയ്യേണ്ടത് നമ്മ തന്നെയില്ലേ? നീ കുളിക്ക്, പല്ലേക്ക്, എന്തെങ്കിലും ചെയ്യും. വേഗം വായോ, എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. രാവിലത്തെ ഫുഡ് റെഡി ആയിട്ടില്ല. അത് നീ കാര്യം ഉണ്ടാ. നീ ഇങ്ങനെ ലേറ്റ് ആയി എനിക്കരുത്. ഇനി തൊട്ട് സൺഡേ ഓൺലി സൺഡേ ഒരു 8:30 എനിക്ക്. നീ എന്നും 6:30 നിൽക്കുന്നതാന്ന് എനിക്കറിയാം, പക്ഷെ ഇന്നെങ്കിലും 8:30 എനിക്ക്. പ്ലീസ് എനിക്കടാ, പ്ലീസ്. ശരി, ഞാൻ എണിക്കാം. നിന്റെ അബി എണിക്കാം. അറിയില്ലടി, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നില്ലല്ലോ ചിന്തിക്കുമ്പോഴാണ്. എനിക്ക് ഇനി പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർക്കാൻ വയ്യ. നമ്മ രണ്ടാളില്ലേ, നീ എനിക്കും ഞാൻ നിനക്കും അല്ലേ? വാ നമുക്ക് പോവാം. ശരി അഭിനവ്. അതെ, നീ മാത്രമാണ് എനിക്കുള്ളത്. നീ മാത്രം. എനിക്ക് വേറെ ആരുമില്ലല്ലോ. എനിക്ക് വേറെ ആരുമില്ല. നീ മാത്രമുള്ളൂ എനിക്ക്. അതുകൊണ്ട് നീ ഈ ലോകം വിട്ട് പോരുത് പ്ലീസ്. എനിക്ക് പ്രോമിസ് തായോ, നീ ഇനി ഈ ലോകം വിട്ട് പോയില്ലാന്ന്. ആ പാസ്റ്റ് കാരുണ്ട്, ഈ ലോകം വിട്ട് പോരുത്. ആരില്ലാന്ന് നീ ഇങ്ങനെ വിചാരിക്കരുത്. ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാനുണ്ട്. നീ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ലടാ, ഞാൻ ഒറ്റയ്ക്കാവും. അതുകൊണ്ട് എനിക്ക് പ്രോമിസ് തായോ. നീ എൻ്റെ മമ്മി ഇതൊരിക്കലും പോയില്ലാന്ന്, ഞാൻ ഒരിക്കലും പോയില്ല നിൻ്റെ അടുത്തുനിന്ന്. പക്ഷെ നീ ഒരിക്കലും പോയില്ലാന്ന് എനിക്ക് പ്രോമിസ് തായോ. ശരി എൻ്റെ ട്വിൻ സിസ്റ്ററെ, ഞാൻ പ്രോമിസ് തരാം. ഞാൻ ഈ ലോകം വിട്ട് ഒരിക്കലും പോയില്ല. നിനക്ക് ഞാനും ഞാൻ നിനക്കും മാത്രമുള്ളൂ അല്ലേ? വായോ, നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ? ഞാൻ പല്ല് വെച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചതിൻ്റെ കുളിച്ചാൽ പോരെ? വായോ.